കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളയിൽ ദിവസവും വെറുതെ കളയുന്ന ചില സാധനങ്ങൾ കൊണ്ട് അടുക്കളത്തോട്ടത്തിലെയും പൂന്തോട്ടത്തിലെയും ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ജൈവവളവും അത് ഒട്ടും പൈസ ചെലവില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ ഈസിയായി തയ്യാറാക്കാവുന്നതാണ്. ചെടികൾ നിറയെ പൂക്കാനും കായ്ക്കാനും ഉപയോഗിക്കുന്ന ജൈവവളം ആദ്യം നമുക്ക് തയ്യാറാക്കാം. അതിന് നമുക്ക് വേണ്ടത്, നമ്മൾ കറി വെക്കുമ്പോൾ കളയുന്ന ഉള്ളിയുടെ തൊലിയുണ്ടല്ലോ, അത് ചെറിയ ഉള്ളിയുടേതായാലും സബോളയുടേതായാലും കുഴപ്പമില്ല. അങ്ങനെ കിട്ടുന്ന ഉള്ളിത്തൊലി കുറേശ്ശെ എടുത്ത് ശേഖരിച്ച് വെക്കണം. ഈ കാണുന്നതൊക്കെ ഞാൻ കുറേശ്ശെ ശേഖരിച്ച് വെച്ച ഉള്ളിത്തൊലിയാണ്. ചെറിയ തോതിലുള്ള അടുക്കളത്തോട്ടത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു പിടി ഉള്ളിത്തൊലി മതിയാവും. ഇനി ഇതിലേക്ക് രണ്ടാമതായി വേണ്ടത് അരി കഴുകിയ വെള്ളമോ അതല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് വേണം. അരി കഴുകിയ വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഒരു പിടി ഉള്ളിത്തൊലി ഇട്ട് 24 മണിക്കൂർ നേരം ഇത് അടപ്പുള്ള പാത്രത്തിലേക്ക് ഇട്ട് സൂക്ഷിക്കണം. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇതൊന്ന് അരിച്ചെടുക്കണം. പഴയ ചായ അരിപ്പ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഞാൻ കൃഷി ആവശ്യങ്ങൾക്കായി ഒരു പഴയ ചായ അരിപ്പ മാറ്റി വച്ചിരിക്കുകയാണ്. ഇനി നാം തയ്യാറാക്കിയ ഈ ഒരു ജൈവവളം ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കൂടി കേട്ടോളൂ. ഉള്ളിത്തൊലിയിൽ പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട്. ഇത് ചെടികൾ പൂക്കാനും കായ്ക്കാനും സഹായിക്കും. കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയ അന്നജത്തിലാണെങ്കിൽ വിറ്റാമിൻ ബി, നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവ ചെടികളുടെ വളർച്ച വേഗത്തിലാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉള്ളിത്തൊലിയിലെ ഉയർന്ന പൊട്ടാസ്യത്തിൻ്റെ അളവ് ചെടികളിലെ പൂക്കൾ കൊഴിയുന്നത് തടയുകയും പ്രത്യേകിച്ച് മുളക്, വഴുതന, തക്കാളി എന്നിവയ്ക്ക് ഏറെ ഗുണകരമാണിത്. അതോടൊപ്പം മണ്ണിൻ്റെ ഗുണനിലവാരം കൂട്ടുകയും മണ്ണിൻ്റെ അമ്ലക്ഷാര ഗുണം, അതായത് pH ലെവൽ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. ഇത് നേർപ്പിക്കാതെ നേരിട്ട് ഒഴിച്ചാൽ വേരുകളിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്ന രീതി കൂടി നോക്കാം. നാം തയ്യാറാക്കിയ ലായനി അരിച്ചെടുത്ത ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് വെയിലാറി വൈകുന്നേരങ്ങളിൽ ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് വെള്ളം ചേർത്ത് നേർപ്പിക്കാതെ ഒരിക്കലും നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യരുത്. ഇലകളെല്ലാം വാടിപ്പോവും. ഇത് ആഴ്ചയിൽ ഒരിക്കൽ വെയിലാറിയതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കാൻ കഴിയുന്ന ഈ ഒരു ജൈവവളവും കീടനാശിനിയും നിങ്ങളും ഒന്ന് തയ്യാറാക്കി പ്രയോഗിച്ചു നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.